എല്ലാ നാമം
ആ നാമത്തിന്റെ ശക്തിക്ക് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. എല്ലാ കെട്ടുകളെയും അഴിക്കാൻ അത്ഭുത നാമത്തിന് കഴിയും. സർവ്വവ്യാധിയെയും മാറ്റാൻ ആ നാമത്തിന് കഴിയും. ഇന്ന് രാത്രിയിലും ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആ നാമത്തിന് ഇന്ന് പകലിൽ തക്കമകത്ത് കൊടുത്തേ. അതിരം ഉയർത്തി, അതിരം തുറന്ന് ആ നാമത്തിന് ഇന്ന് പകലിൽ ഒരുമിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സുന്ദരനേ, അതിശയനേ, മഹോന്നതനേ, എൻ പ്രിയനേ. സുന്ദരനേ, അതിശയനേ, മഹോന്നതനേ, എൻ പ്രിയനേ. സുന്ദരനേ, അതിശയനേ, മഹോന്നതനേ, എൻ പ്രിയനേ. സുന്ദരനേ. Come on, church, sing it. അതിശയനേ, മഹോന്നതനേ, എൻ പ്രിയനേ. സുന്ദരനേ, ഓ അതിശയനേ, മഹോന്നതനേ, എൻ പ്രിയനേ. ഓ അത്ഭുതമായ നാമം, അതിശയമായ നാമമേ, യേശുവേ, യേശുവേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, ചേർത്തടിച്ച് come on. Oh, hallelujah, hallelujah, amen, hallelujah, hallelujah. ഒരുമിച്ച് ഒരു ഗാനങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടാൻ പോവുകയാണ്. മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തെല്ലും തൊടുകയില്ല. എന്താണ് അതിന്റെ കാരണം? ഇന്നും എന്നും എന്നെന്നും ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്നലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവസന്നിധി ഇരിക്കുമ്പോൾ വിഷാദിച്ച് ദുഃഖിച്ചിരിക്കാതെ നിങ്ങളുടെ ആ 32 ടീൻസ് ഒന്ന് കാണിച്ച് ഒന്ന് ചിരിച്ച് ദൈവസന്നിധി ഇരുന്നാട്ട് കമോ ആ ടെൻഷനൊക്കെ ഒന്ന് വിട്ടേ. ദൈവസന്നിധിയിൽ സന്തോഷത്തിന്റെ ഫുൾനെസ് ഓഫ് ജോയ് ഉണ്ട്. ഇന്ന് പകലിലും ആ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സന്തോഷത്തോടെ നമ്മളെ എന്നേക്കും വഴി നടത്തുന്ന ആ കർത്താവിന് ഇന്ന് പകലിൽ ഒരുമിച്ച് നല്ല ആരാധന കരമടിച്ച് ചേർന്ന് പാടി കർത്താവിന് സ്തോത്രം ചെയ്യാം. കരമടിച്ച് in
ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകലിലും പാട്ടുകാരൻ പാടിയതുപോലെ മുട്ടൊന്നും വരികയില്ല, ബാധ നമ്മെ തൊടുകയില്ല. ഇന്നും എന്നും എന്നും എന്നേക്കും ഈ ദൈവം എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. കരമാ വലങ്കരം നെഞ്ചത്തോട് വെച്ചിട്ട് പറയണം, യെസ്, ഈ ദൈവം എന്നും ഇന്നും എന്നും എന്നേക്കും എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഒരു ഭയങ്കരമായ ഒരു അഷ്വറൻസ് ഇന്ന് പകലിൽ ഉണ്ടാകട്ടെ. നമ്മൾ സേവിക്കുന്ന ദൈവം അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന കർത്താവാണ്. ഇന്നും വൻ കാര്യങ്ങൾ ചെയ്യാൻ അവൻ കഴിയുന്ന ദൈവമാണ്. നമ്മുടെ അനുഭവങ്ങൾ അതല്ല നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. ഹി ഈസ് എ ലിവിംഗ് ഗോഡ്. അവൻ ജീവിക്കുന്ന ദൈവം, അവൻ ജീവിക്കുന്ന ദൈവം, അവൻ ജീവിക്കുന്ന ദൈവം. ോരാശ്രയം ഭൂവിൽ എന്നേശുവല്ല ോരാശ്രയം ഭൂവിൽ Din
എത്ര പേർക്ക് പാടാൻ പറ്റും? എന്നാശ്രയം കഴിഞ്ഞൊരു വർഷക്കാലം നമ്മൾ നടത്തിയ ദൈവത്തെ ഓർത്തുന്നോട് പറഞ്ഞു, യേശു മാത്രം, എനിക്ക് എൻ്റെ യേശു മാത്രം മതി, എനിക്ക് എൻ്റെ യേശു മാത്രം മതി. ശബ്ദത്തോടെ എൻ്റെ യേശു മാത്രം, ശബ്ദത്തോടെ എനിക്ക് വേറെ ആരെയും വേണ്ട. I need my Christ in me. ജീവിതത്തിൻ്റെ പ്രതിസന്ധി വേളകളിൽ when things came out so hard at us, we were not stumbled, we were not forsaken, but it was Jesus who kept us this far. എൻ്റെ യേശു മാത്രം മതി ഏത് നേരത്തും. Yet not I, but the Christ in me. Yet not I, but the Christ in me. Hallelujah. What a gift of grace is my Jesus, my Redeemer. ഇല്ലേ, കഴിഞ്ഞൊരു വർഷക്കാലം ഒന്ന് തിരിഞ്ഞു നോക്കി. Can you just go back each days of your life from the January 1st, 2025 till this very moment? Can you say that it was captured? Can you say that you came this far because of your own ability? You have to call out and say, yet not I, but the Christ in me. Yeshu matram madi. Let's all raise our voice and sing together. What a gift of grace is my Jesus, my Redeemer. What gift of grace is Jesus, my Redeemer? There is no more for him now to give. He is my joy, my righteousness and freedom, my steadfast love, my deep and boundless peace. To this I hope, my hope is only Jesus. For my life in wholly bound to Him. Oh, how strange and divine, I can sing, all is mine, yet not I, but through Christ in me.
complaints till my lips shall repeat, yet not I, but to Christ in thee. To this I hope, my hope is only Jesus. All the glory evermore to Him. When the race is complete, still my lips shall repeat, yet not I, but to Christ in thee. When the race is complete, still my lips shall repeat, yet not I. Can you loudly sing? To this I hope, my hope is only Jesus. Yes. Can you sing thanks to the Lord? All the glory to you. Unto Him. When the race is complete, till my lips shall repeat, yet not I, but to Christ in thee. Oh, when the race is complete, till my lips shall repeat, yet not I, but to Christ in thee. When the race is complete, still my lips shall repeat, yet not I, but to Christ. I want the church to raise up your voice and tell it. When the race is complete, till my lips shall repeat, yet not I. Church, raise your voice. Oh, yes. Can you sing it from your heart? When the race is complete. Oh, when the race is complete, till my lips shall repeat, yet not I. To this I hope. To this I hope. My hope is only Maybe we should cut the limit to see a mom. Hakobi Alvori Bakasha Silibitis. Hakimi Olari Bashata, Sakibi Olari Mena Habawisha. The death passed before you. Your race would have been completed this year. It was His grace that got you here. We could have perished. It was not by our own strength. It is by His grace. Till He calls us home, His grace will lead us. What a great hope He has given in Christ Jesus. ഇന്നുവരെ നടത്തിയവൻ അവന് മേലോടെ നമ്മളെ നടത്തുവാൻ വിശ്വസിക്കുന്നു. ഇന്നുവരെ നടത്തിയവൻ അവൻ മേലോലെ നടത്തുവാൻ വിശ്വസിക്കുന്നു. आज तक उसने हमें चलाया और आगे भी वो चलाते रहेगा. Hallelujah, His grace will continue. Thank you, Jesus. Therefore I will sing all to Jesus I surrender, all to Him free. I'll ever love, trust in His presence day
of this year. Know from the day that you called us, even before we were born, from the eternity past to the eternity, as Jesus was there in your plan, we were there in your plan, of Father. You blessed us each one of the day of this year of our life. Lord, we come before you. We surrender before you. Thank you, Jesus, for giving us one more day to come before you and praise His holy name. Praise your holy name, our Father. Thank you for the peace. Thank you for the hope. Thank you for the great promise that you have given us, our Father. We could see your face. We could feel your presence today. Yet not I, but Christ liveth in me. We surrender, Father, at your feet. In Jesus' mighty name we pray. Everybody shout and say it. Amen and amen and amen. Please be seated. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ഈ ആരാധന ദിവസം ദൈവടയാക്കിയതിനായി നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയാനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിൽ പല സെഷനിൽ നിങ്ങളുടെ ഇടയ്ക്ക് സൂക്ഷിപ്പാൻ ദൈവം അവസരം ഒരുക്കി. അതിന് എനിക്ക് അവസരം നൽകിയ കർത്താവിൻ്റെ ദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. ബ്രദർ പറഞ്ഞതുപോലെ ഒരുമിച്ച് ഞങ്ങൾക്ക് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും സമയം കിട്ടിയത് ഒരുമിച്ച് കൂടാൻ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ടൈം ടുഗെദർ. അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ വെച്ച് ഹാർഡ്ലി വി മീറ്റ് ഫോർ 2 or 3 days. വന്നപ്പോൾ കാണുമായിരുന്നു. ദാറ്റ്സ് ഓൾ വി കുഡ് മീറ്റ്. ബട്ട് ദിസ് വാസ് എ വണ്ടർഫുൾ ടൈം ഗോഡ് ഗേവ് us ടു ബി ടുഗെദർ. സോ എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം ചെയ്യട്ടെ. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു വേദവചനം നമുക്ക് വായിക്കാം. ജോൺസ് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യം. Amen. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാകുന്നു അവനെ നമസ്കരിക്കേണ്ടത്. നാം വായിച്ച വേദഭാഗത്ത് ആരാധനയെക്കുറിച്ച് പ്രമുഖമായി യേശു പറഞ്ഞിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവിടെ വായിക്കുന്നത്. യേശു അല്ല ആക്ച്വലി വർഷിപ്പിനെ കുറിച്ചുള്ള കോൺവെർസേഷൻ തുടങ്ങിയത്. വർഷിപ്പിനെ കുറിച്ചുള്ള കോൺവെർസേഷൻ തുടങ്ങിയത് സമാരിറ്റൻ ലേഡിയെ. നിങ്ങളുടെ വായിക്കുമ്പോൾ അങ്ങനെ വായിക്കുന്നല്ലേ? ജീസസ് അല്ല ആ കോൺവെർസേഷൻ തുടങ്ങിയത്. പിന്നെ ആരാ തുടങ്ങിയത്? സമാരിറ്റൻ ലേഡി. ചുരുക്കി പറഞ്ഞ 5 ഭർത്താക്കന്മാരുടെ കൂടെ താമസിച്ച സഹോദരി. അതിൻ്റെ അകത്തും എന്തറിയാനുള്ള ആഗ്രഹമുണ്ട്? വർഷിപ്പ്. മീനിങ് എല്ലാ ഹ്യൂമൻ ബീയിങ്ങും, ചായ് ഏത്തിസ്റ്റ് ആയാലും റിലീജിയസ് പേഴ്സൺ ആയാലും നോ റിലീജൻ എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരുടെകത്തൊരു വാക്യൂംനെസ് ഉണ്ട്. ആ വാക്യൂംനെസ് വെച്ച് ആർക്കും ജീവിക്കാനൊക്കത്തില്ല. ആൻഡ് ദേ വിൽ ഫിൽ ഇറ്റ് വിത്ത് സം ഒബ്ജക്റ്റ് വിച്ച് ബിക്കംസ് ദ സോഴ്സ് ഓഫ് വർഷിപ്പ്. വചനം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ഈ ഇവിടുത്തെ നിങ്ങളെ ദൈവം വെച്ചേക്കുന്ന ആ സ്ഥലത്താണ്. പുറമേ പറയും ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗാഡ്, നോ റിലീജൻ ഫോർ മീ. പക്ഷെ അവരുടെ അകത്തെല്ലാം എന്തോ ഉണ്ട്, ഒരു വാക്യൂമിനെസ് ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമ്മളെ ഡയറക്റ്റ് ചെയ്ത് നമ്മളോട് പോയി തുടങ്ങിയാൽ ആ വാക്യൂമിനെസ് ദൈവം നമ്മളെ കൊണ്ട് അവരുടെ അകത്ത് നിറയ്ക്കും. റെഡി ആണെങ്കിൽ ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. ലുക്ക് അറ്റ് ദിസ്. ഇതിൻ്റെ ചാപ്റ്റർ 4 നമ്മൾ ജസ്റ്റ് 1-2 കാര്യം വർഷിപ്പൊക്കെ പറഞ്ഞ് നിർത്താം. 4-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 4:4. എന്താ എഴുതിയിരിക്കുന്നത്? എന്തിനാ അങ്ങനെ എഴുതിയിരിക്കുന്നേ? ഹി ഹാഡ് ടു ഗോ ത്രൂ സമറിയ എന്ന് പറഞ്ഞാൽ സമരിയയിലേക്ക് പോകുന്നവാൻ ദൈവത്തിന് യേശു കർത്താവിന് 2 വഴിയുണ്ടായിരുന്നു. ഒന്ന് ഈസി, ഒന്ന് ഹാർഡ്ഷിപ്പ് ഉള്ള വഴി. ഈസി വഴി ജോർഡൻ റിവറിന്റെ സൈഡിൽ കൂടെ ഇറങ്ങി സമരിയയിലേക്ക് പോകാം. വെരി ഈസി. ദൈവമൊക്കെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത്തത് സമരിയയിലേക്ക് യേശു പോയത് മൗണ്ടൻ ക്ലൈംബ് ചെയ്ത്.
ജോർഡൻ റിവറിൽ കൂടി കടന്നു പോയാൽ നോക്കണേ, യഹൂദന്മാർ അവിടെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. നോ വൺ ക്യാൻ ക്രോസ് ഓവർ ടു ദാറ്റ് കൺട്രി. കാരണം യഹൂദനും സമരിയനും തമ്മിൽ എന്തില്ലായിരുന്നു? ബന്ധമില്ലായിരുന്നു. സോ യഹൂദന്മാർ ബ്ലോക്ക് ചെയ്ത് വെച്ച സ്ഥലത്ത് യേശു പോയില്ല. പിന്നെ ആർക്കെങ്കിലും പോകണമെങ്കിൽ മൗണ്ടനും റിഡ്ജസും ഉള്ള സ്ഥലത്തോട് കയറി ഇറങ്ങിപ്പോകണം. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ സത്യം ദൈവം പറഞ്ഞു. അവൻ അതിലേക്കൂടെ പോകേണ്ടതായിട്ട് വന്നു. കാരണം സമരിയ ആൾക്കാർ ആരും സ്വർഗത്തിൽ ചെല്ലലെന്നാണ് തൽമുദിക് ടീച്ചിങ്. മനസ്സിലായോ? സമരിയക്കാരെല്ലാവരും നരകത്തിലെ വിറകാണെന്ന യഹൂദൻ പഠിപ്പിച്ചത്. 3 കാര്യങ്ങൾക്ക് വേണ്ടി യഹൂദൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും രാവിലെ. They would thank the Lord. 1, ഞാനൊരു യഹൂദനായി ജനിച്ചതിനായി സ്തോത്രം. 2-മത്തത് ഞാൻ പറഞ്ഞ സിസ്റ്റേഴ്സ് എല്ലാം എന്നോട് കോപിക്കും, അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. ഓക്കെ, they would thank God for that. നമ്പർ 3 അവർ പറയുന്ന വാക്കിതായിരുന്നു, കർത്താവേ ഇങ്ങനെ കുറെ ജാതികളെ നരകത്തിന്റെ വിറകാക്കി വെച്ചതിനായി സ്തോത്രം. മനസ്സിലായോ? അവരുടെ കോൺസെപ്റ്റ് മനസ്സിലായോ? അതുകൊണ്ട് അവർ ബ്ലോക്കേജസ് ഉണ്ടാക്കി വെച്ചു എല്ലായിടത്തും. ദേ ബ്ലോക്ക് ദാറ്റ് വേ. ഈസിയായി ആക്സസ് ചെയ്യുന്ന വേ എല്ലാം അവർ ബ്ലോക്ക് ചെയ്തു. പക്ഷെ യേശു പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ ബ്ലോക്ക് ചെയ്താലും, ഈവൻ ഇഫ് ഐ ഹാഡ് ടു ടേക്ക് എൻ ഹാർഡ്ഷിപ്പ് വേ, ആ ഒറ്റ സ്ത്രീക്ക് വേണ്ടി, ഔട്ട്കാസ്റ്റായ സ്ത്രീക്ക് വേണ്ടി, മനസ്സിലാകുന്നുണ്ടോ, ഞാൻ അവിടെ പോയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരംഭത്തിൽ ദൈവത്തിന് നന്ദി പറയേണ്ടത് എന്തുകൊണ്ടെന്നറിയാമോ? അങ്ങനെ മനുഷ്യൻ തടസ്സമുണ്ടാക്കി വെച്ച ഈസി ആക്സസ് വേ, എന്തൊക്കെ തടസ്സമുണ്ടായിട്ടും ഹാർഡ്ഷിപ്പ് വേ കൂടെ ഒരു പാപിനിയായ സ്ത്രീയെ മനസ്സറിഞ്ഞ് ആ വാക്യൂംനെസ് നിറയ്ക്കുവാൻ എൻ്റെ യേശു അവിടെ പോയെങ്കിൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ ഈ കാനഡയിൽ ഏത് പട്ടണത്തിൽ പാർത്താലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ! ആ കോൺഫിഡൻസ് നമുക്ക് വേണ്ടത്, ഇല്ലേ? ആ സ്ത്രീക്ക് വേണ്ടി മാത്രം. ഇനി വേറൊരു ഭാഗത്ത് വായിക്കുന്നു, ഗദർദേശത്തെ ഭൂതഗ്രസ്തന് വേണ്ടി യേശു പോയി. എന്തൊക്കെ യേശു സഹിച്ചു. അവനെ സൗഖ്യമാക്കി യേശു മടങ്ങി വന്നു. അങ്ങനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ മയ്യ മക്കളും ധൈര്യം പ്രാപിക്കണം. എന്തോ ധൈര്യം? ഹീസ് ഫോർ മീ. അവൻ വന്നിരിക്കും, ഏത് പോയിന്റിലും അവൻ വന്നിരിക്കും. അപ്പൊ യേശു അവിടേക്ക് പോകുന്നു. പോയി കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ആരൊക്കെ കൂടെ ഉണ്ട്? ഡിസൈപ്പിൾസ്, ഇല്ലേ? അപ്പൊ ഇവരുടെ മനസ്സിലുണ്ട്, ഈസി ആക്സസ് വേ വിട്ട് യേശു ഈ പർവ്വതത്തിൽ കൂടെ ഒക്കെ കയറി പോവുക. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതം. കാരണം മീൻ പിടിച്ചുകൊണ്ടുവന്നവിടെ യേശു പറഞ്ഞു, ഫോളോ മീ. റോഡ് മാപ്പ് പറഞ്ഞില്ല, GPS കൊടുത്തില്ല. ഹീ സെഡ് ഫോളോ മീ. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഇവർ ഈസി ആക്സസിൽ കൂടെ പോകാതെ പർവ്വതമൊക്കെ കയറി ഇറങ്ങി സമരിലേക്ക് പോകുന്ന കണ്ടപ്പോൾ യഹൂദന്മാരുടെ മനസ്സിൽ, ശിഷ്യന്മാരുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദേ കാൻറ്റ് ആൻസർ. നമ്മൾ പലതും ചിന്തിച്ച് ഇറങ്ങിയിരിക്കുന്നേ, പലതും ചിന്തിച്ചാ കാനഡയിൽ വന്നത്. പക്ഷെ കാനഡയിൽ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഒരുവൻ വന്നിട്ടുണ്ട്. മനസ്സിലാകുന്ന എത്ര പേർക്കുണ്ട്? അപ്പൊ പലതും ചിന്തിച്ച് ഈസി കൂടെ ഒക്കെ പോകാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ അവന്റെ പുറകെ പോകുന്നത് കൊണ്ട് അവൻ ചിലപ്പം പർവ്വതം കയറും, ചിലപ്പം വാലിയിലേക്ക് ഇറങ്ങും, ചിലപ്പോൾ റിഡ്ജസ് ഉണ്ടാകും. പക്ഷെ അവൻ കൂടുണ്ടെങ്കിൽ അവൻ നന്നായി ചെയ്യും. ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തൊരു ഇൻട്രൊഡക്ഷൻ ആണെന്നറിയോ? ഐ കൻ ജസ്റ്റ് കീപ് ഓൺ ഗോ. ഈ കർത്താവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ. അടുത്തത് എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം, യു കമ്മിങ് ടു ദി വർഷിപ്പ്, ആരാധനയ്ക്ക് വേണ്ടി ദൈവം കൊണ്ടുവരികയാണ്. രണ്ടാമത് യേശു പട്ടണത്തിലെത്തി. ഹി റീച്ച് സിറ്റി, ഇല്ലേ? യേശു എവിടെത്തി? പട്ടണത്തിലെത്തി. എത്തിയിട്ട് അവരെ എവിടെ പറഞ്ഞയച്ചു? ശിഷ്യന്മാരെ അപ്പം മേടിക്കാൻ പറഞ്ഞയച്ചു. ആണോ? ക്വസ്റ്റ്യൻ, പറഞ്ഞയക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം മേടിക്കാൻ പറഞ്ഞയക്കേണ്ട ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചപ്പോൾ അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു, കർത്താവേ, why you have to send them to buy bread? കാരണം ഇതേ യേശു മരുഭൂമിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പത്തെ. അപ്പൊ കഴിവുള്ള ദൈവമാണല്ലോ, അവനെ കൊണ്ട് അസാധ്യമൊന്നുമല്ലല്ലോ. പക്ഷെ ഇവിടെ വെച്ച് വിശന്നപ്പോൾ അവരെ
പൈസ കൊടുത്ത് പറഞ്ഞു ഞാൻ മൾട്ടിപ്ലൈ ചെയ്തില്ല, ഗോ ആൻഡ് ബൈ. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മരുഭൂമിയിൽ ഓപ്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് അവൻ മൾട്ടിപ്ലൈ ചെയ്തു. സിറ്റിയിൽ ആക്സസ് പോയിന്റ് ഉണ്ട് പർച്ചേസ് ചെയ്യാൻ. യേശു പറഞ്ഞയച്ചു. അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവം നമ്മെ ഫീഡ് ചെയ്യുന്നത് 3 ലെവലിലാണ്. 1, മന്ന തരും. മനസ്സിലായോ? 2, മന്ന നിൽക്കും, അപ്പോഴും കഴിക്കും. 3, കനാനേരെ മാറ്റി അവൻ നമുക്ക് നന്മ തരും. എന്തോ അതിൻ്റെ അർത്ഥം? 3 സ്റ്റെപ്സ് ഓഫ് ഫീഡിങ് അവിടെ കാണിക്കുന്നത്. മരുഭൂമിയിൽ മൾട്ടിപ്ലൈ ചെയ്തവൻ സിറ്റിയിൽ മേടിക്കാൻ പറഞ്ഞയച്ചെങ്കിൽ അർത്ഥം ഇതാ. നമ്പർ 1, he may feed miraculously by opening up heavens and pouring manna. എത്ര പേർക്ക് മനസ്സിലായി? ഇതാ നമുക്കെല്ലാം ആഗ്രഹം. ഫാസ്റ്റിംഗ് കർത്താവേ അപ്പാ തുറക്കണമെന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് 100 വരണം നമ്മളീ പറയുന്നത്. പക്ഷെ ചിലർക്ക് ദൈവം അത് കൊടുക്കും. ഫെഡ് ബൈ ദ ഫാദർ. നമ്പർ 2, മന്ന നിന്നു. അവർ ദേശത്ത് പ്ലോ ചെയ്തു, സീഡ് ഇട്ടു, ജെർമിനേറ്റ് ചെയ്തു, അതിൽ നിന്ന് ഫലം കഴിച്ചു. ഫെഡ് ബൈ ദ ഫാക്കൽറ്റീസ്. മനസ്സിലായോ? സോ ഫെഡ് ബൈ ദ ഫാദർ, ഫെഡ് ബൈ ഫാക്കൽറ്റീസ്. ആരും വീട്ടിലിരുന്ന് കർത്താവേ നീ മന്ന കൊടുത്ത ദൈവം അല്ലേ, ഇവിടെ തണുപ്പാണേ, ജോലി ചെയ്യാൻ പോകത്തില്ല, നീ ഇവിടെ തുറക്ക് കർത്താവേ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്താ അല്ലല്ലോ കുറഞ്ഞു പോയേ? നമ്മൾ ഈ വാക്യം വായിച്ചു ഇങ്ങോട്ട് പോകുന്ന ചിന്തിച്ചില്ല അല്ലേ? You got it? Yes, he still feeds us. ദൈവത്തിന് മന്ന തുറക്കാൻ കഴിയും. പക്ഷെ അത് പിടിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് പറയണോ, ഐ വിൽ സ്റ്റോപ്പ് ദ മന്ന. അപ്പൊ തുറന്നവൻ അടയ്ക്കുന്നത്. ദൈവമൊക്കെ മനസ്സിലായോ? നിങ്ങൾ പിതാക്കന്മാരെല്ലാം നോക്കി, എബ്രഹാം, ഐസക്, ജേക്കബ്, ഇവരെല്ലാം സഹോദരിമാരെ നോക്കി. ദൈവം വൂമിനെ അടച്ചു, ദൈവം വൂമിനെ തുറന്നു. അപ്പൊ ഒരു ഭക്തന്റെ നന്മയെ തടയുന്ന പിശാചല്ല. അവിടെ അല്ലല്ലോ പോകും, എനിക്കറിയാം. കാരണം പിശാച് പറഞ്ഞാലേ സാഹസിക നമ്മളെ കൈയടിക്കത്തുള്ളൂ. ഇല്ലേ? അത് നമ്മൾ കേട്ടിരിക്കുന്നത് ഇല്ല. ദൈവം അടയ്ക്കും. മന്ന തുറക്കുന്നതും ദൈവമാ, അടയ്ക്കുന്നതും ദൈവമാ. വായ് ദൈവത്തിന് രണ്ടാമത്തെ ഫീഡിങ് സ്റ്റൈൽ. ഞാൻ നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്, ടാലന്റ് തന്നിട്ടുണ്ട്, യൂസ് ചെയ്യ്, അതിൽ കൂടെ മന്ന വെളിപ്പെടും. ഇനി മൂന്നാമത്തെ ക്വാളിറ്റി ഫീഡിങ്ങിന്റെ, ഫെഡ് ബൈ ദ ഫൈറ്റ്. സോ ബൈ ദ ഫാദർ, ബൈ ദ ഫാക്കൽറ്റീസ് ആൻഡ് ബൈ ഫൈറ്റ്. എന്തോ ഫൈറ്റ്? ദേശം മുറ്റി നോക്കാൻ പോയ ജനം, അവർ സ്പൈ ചെയ്യാൻ പോയി ലാൻഡിനെ. വെൻ ദേ വെന്റ്, അവർ വന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇതാ, അവരുടെ ജയൻസ് ഉണ്ട്, അവിടെ മല്ലന്മാരുണ്ട്. മനസ്സിലായോ? അവിടെ ഭയങ്കരന്മാരുണ്ട്. ഞങ്ങളെല്ലാം ഗ്രാസ് ഹോപ്പറിനെ പോലെയുള്ളൂ. മീനിങ് വി ആർ എ ഫുഡ് ഫോർ ദം. ഉടനെ കേലേബും ജോഷുവയും പറഞ്ഞു, ഇല്ല, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ബ്രെഡ് ആകും. വാക്ക് ശ്രദ്ധിച്ചോ? they will become ലേഖം എന്ന് പറഞ്ഞാൽ ബ്രെഡ്. ചുമ്മാ ബ്രെഡ് ആവത്തില്ല. ആ ഫൈറ്റിനകത്ത് ദൈവം നമുക്ക് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ഇന്ന് പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഒരു ഫൈറ്റില്ല, നമ്മൾ റെസൽ ചെയ്യുകയാ. ബിക്കോസ് പ്രേയർ ഈസ് റെസലിംഗ്, റൈറ്റ്? അതാണ് എഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി റെസൽ ചെയ്യുന്നു. ആ റെസലിംഗിന്റെ അകത്ത് തളർന്നു പോകരുത്. ദൈവം വെച്ചിട്ടുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്, അത് വെളിപ്പെടും നിശ്ചയം. ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. അതുകൊണ്ട് തളർന്നു പോകുന്ന എപ്പോഴാണെന്നറിയാം? ലോർഡ് യു പ്രൊവൈഡഡ് മന്ന, വൈ യു സ്റ്റോപ്ഡ് ഇറ്റ്? പാപം ചെയ്തു? നോ, ഗോഡ് പറയും യൂസ് യുവർ ഫാക്കൽറ്റീസ്. അത് യൂസ് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ ഫൈറ്റിംഗ് ആണെങ്കിൽ പേടിക്കേണ്ട, പ്രൊവിഷൻ ഉണ്ട്. ഇത് മൂന്നിലും അവർ പട്ടിണി കിടന്നില്ല. ഒരു കാര്യം ഉറപ്പാ, അഡ്രസ് തെറ്റാതെ വരേണ്ടത് വരും. ഒന്നുകൂടെ ഞാൻ പറയാം, അഡ്രസ് തെറ്റാതെ വരേണ്ടത് വരും. മനസ്സിലായോ? അപ്പൊ യേശു അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് യേശു അവളോട് സംസാരിക്കാൻ തുടങ്ങി. യേശു ടയേർഡായപ്പോൾ ജേക്കബ് സെഖാറിന്റെ അടുത്തുള്ള വെല്ലിൽ, ഇന്നും ആ വെല്ലുണ്ട് കേട്ടോ. ടിൽ ടുഡേ ദാറ്റ് വെൽ ഈസ് ദേർ. ഇറ്റ്സ് വെരി ഡീപ്പ് വെൽ. ആ സോഴ്സ് നിന്നിട്ടില്ല. വെൻ ഐ എം പ്രീച്ചിങ് ടുഡേ ഈ വെല്ലുണ്ട്. യേശു ഇരുന്ന വെല്ല്. യേശു അവിടെ ഇരുന്നു. യേശു ഇരുന്നപ്പോൾ ഈ സിസ്റ്റർ വന്നു വെള്ളം കോരുവാൻ. യേശു ആ സിസ്റ്ററിനോട് പറയുന്ന വാക്ക് വായിക്കാം, വേഴ്സ് 7 to 11 വേഗത്തിൽ. Let me show you what is worship. 3 കാര്യം ഓർപ്പിക്കാം. മീനിങ് ഓഫ് വർഷിപ്പ്, ദി മോട്ടീവ് ഓഫ് വർഷിപ്പ് ആൻഡ് ദി മെത്തേഡ് ഓഫ് വർഷിപ്പ്. 3 കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ കിടക്കുന്നത്. ജസ്റ്റ് വി വിൽ സീ വാട്ട് ഇറ്റ് ഈസ്.
First, the meaning of worship, chapter verse 7 to 11. വന്നു. ആ ആ ആ ആ അപ്പം നീ അറിഞ്ഞുവെങ്കിൽ നീ അവനോട് എന്ത് ചെയ്യത്തില്ലായിരുന്നു? നീ അവനോട് ജീവന്റെ ജലം ചോദിച്ചേനെ. അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ ഒരു കാര്യം ഉറപ്പാ. എന്നിട്ട് നമ്മൾ വായിച്ച കുറുവാക്യം, നീയും അവള് പറഞ്ഞു, ഞാൻ വർഷിപ്പ് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം, ഐ എം വർഷിപ്പിംഗ്. പക്ഷെ യേശു പറയാ, നീ അറിയാതെ വർഷിപ്പ് ചെയ്യുന്നു. അപ്പൊ വർഷിപ്പ് അല്ല ദൈവത്തിന് വേണ്ടത്. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഗോഡ് ഡസന്റ് വാണ്ട് വർഷിപ്പ്. Samaritans are worshipping, all religious people are worshipping, Christian people are worshipping. But Jesus never desired worship. Jesus desired true worship. Hallelujah. So Exodus Church ondike ചോദിക്കാനുള്ളത്, we come, are we giving worship or true worship? മനസ്സിലായോ? He doesn't want worship. യേശു പറഞ്ഞു, സമാരിറ്റൻ പറഞ്ഞു, ഞങ്ങൾ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് വർഷിപ്പ്? ഇതാണ് കർത്താവ് ചോദിച്ചത്. കർത്താവിടെ പറഞ്ഞ ഭാഗം, ദിസ് ഈസ് വാട്ട് ദ മീനിങ് ഓഫ് വർഷിപ്പ് ഈസ്. സമാരിറ്റൻ ലേഡി പറയുന്നു, ഞങ്ങൾ ഈ പർവ്വതത്തിൽ ആരാധിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗെരസിം പർവ്വതത്തിൽ ആരാധിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കും. യേശു പറഞ്ഞു, സമയം വരുന്നു, അവിടെ ഇവിടുമല്ല സത്യ നമസ്കാരികൾ പിതാവിനെ. She talked about worship. Jesus defined about true worship. So what is worship? Samaritan worship, യഹൂദന്മാരുടെ വർഷിപ്പ് തമ്മിൽ വ്യത്യാസം എന്തായിരുന്നു? ഇത്രയുള്ള വ്യത്യാസം. Samaritan worshipൽ, listen to me very careful, this is very important, ഇല്ലേ? Samaritan worshipനകത്ത് they had zeal but no knowledge. എന്തുണ്ടായിരുന്നു? എരിവുണ്ടായിരുന്നു, പക്ഷെ എന്തില്ല? നോളേജ് ഇല്ല. They were zealous for God, but they had no knowledge. യഹൂദന്റെ ആരാധനയിൽ നോളേജ് ഉണ്ടായിരുന്നു, zealous ഇല്ലായിരുന്നു. They were not having no zeal for God. രണ്ടും മനസ്സിലാകുന്നുണ്ടോ? ഇനി കുറച്ചും കൂടെ നമുക്ക് ഡെപ്തിലേക്ക് പോകാം. സോ സമാരിറ്റൻ വർഷിപ്പിനകത്ത് എന്തോ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞാട്ടെ, they had zeal. They were zealous for God, but they had no knowledge. So when there is zeal for God and no knowledge, that leads to fanaticism. Fanatics are, മനസ്സിലായോ? No direction but speed increases. എല്ലാവരും ഉണ്ടോ ഇവിടെ? Praise the Lord. അവർക്ക് ഡയറക്ഷൻ ഇല്ല, എന്ത് കാണിച്ചാലും അവർക്ക് പ്രാളവ. ഡയറക്ഷൻ ഇല്ല. പറയാം, അതിനെ വിളിക്കുന്നതാണ് സിറപ്പി. കേട്ടോ? സിറപ്പി മീൻസ് എമോഷണൽ വർഷിപ്പ്. ആമേൻ. ഇന്ന് ലോകത്തിൽ പലയിടത്തും ഇതാ. അവർ വരുന്നു, ഭയങ്കര, അതില്ലേ, ഭയങ്കരമായ ആരാധനയാ, ഭയങ്കരമായ സ്തോത്രമൊക്കെ പറയും. ഒരു ചെറിയ കാര്യം മതി ആ തൊട്ടാവാടിയെ പോലെ. You got it? They are zealous for God, but they have no knowledge. So അങ്ങനെ ഉണ്ടെങ്കിൽ ഫാനാറ്റിസിസമാ. യഹൂദന്റെ പ്രത്യേകത, they had knowledge but they were not zealous for God. അത് വരുന്നതിന്റെ അർത്ഥം ഫോർമലിസം ആകും. ഫോർമലിസം എന്ന് പറഞ്ഞാൽ ആത്മാവിന് അതിന്റെ സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല, ഡെഡ് ഓർത്തഡോക്സിയായി. അതുകൊണ്ടാണ് യേശു അവരടുക്കൽ വന്നിട്ട് പോലും അവർക്കത് വിവേചിക്കാൻ മനസ്സിലായില്ല. ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞത് ഭാഗം പ്രത്യേകമായി പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നത്. നിങ്ങൾക്ക് ഓർത്തഡോക്സി ഉണ്ട്, പക്ഷെ ഡെഡ് ഓർത്തഡോക്സിയ. യഹൂദനോട് പറഞ്ഞു, യേശു ശമരിയോട് പറഞ്ഞു, നിങ്ങൾക്ക് സീലുണ്ട് പക്ഷെ നോളേജ് ഇല്ല. എന്താ വേണ്ടത്? യേശു പറഞ്ഞു, അറിഞ്ഞാരാധിക്കണം. ഓ ഹല്ലേലൂയ. You got it? True worship എന്താ? അറിഞ്ഞാരാധിക്കണം. എന്താ അറിവ്? Listen to very carefully. അറിയാതെ ആരാധിക്കുന്നത് ഇഗ്നോറന്റ് വർഷിപ്പ്. ഇഗ്നോറൻസ് എന്ന് പറയുന്ന വർഷിപ്പ്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ 19 നല്ലൊരു വാക്യമുണ്ട്. മിക്കപേരും കൂടി വന്നു,
എന്തിനു വന്നെന്ന് അവർക്ക് അറിയത്തില്ല, കൺഫ്യൂഷൻ ഉണ്ടായി. വായിച്ചിട്ടുണ്ടോ വാക്യം? മിക്ക പേരും വന്നുകൂടി, അവർക്കറിയത്തില്ല അവരെന്തിനാ വന്നേന്ന്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഓരോ പ്രാവശ്യം കൂടുമ്പോഴും അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. ഓ ഹല്ലേലൂയ. ദൈവം നമുക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അറിയണം. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്ന ഒരു ഭാഗം ഇതാ, നിങ്ങൾ അറിയാത്തതിനെ. അപ്പൊ അറിയാതെ ആരാധിക്കുന്നത് ഇഗ്നറന്റാ, യു ഡോണ്ട് നോ. നമ്പർ 2, അറിയാതെ ആരാധിക്കുന്നത് സെലക്റ്റഡ് വർഷിപ്പ്. മനസ്സിലാകുന്നുണ്ടോ? കാരണം അവരുടെ ചിന്തയിൽ ഗെരസീമിലെ ദൈവമുള്ളൂ, മറ്റവരുടെ ചിന്തയിൽ യെരൂശലേമിലെ ദൈവമുള്ളൂ. They were selected. ചിലരുടെ ബൈബിൾ തുറന്നാൽ 91 സങ്കീർത്തനം മാത്രമാണ് തുറന്നു കിടക്കുന്നത്. ഹബക്കൂക്ക് പ്രവചനം ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല ഇപ്പം. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ ചില വാക്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് ചോദിച്ചാൽ പോലും പറ, അങ്ങനെ ഉണ്ടോ? ചില ഭാഗം മാത്രമേ ആത്മാവ് ഉത്തേജിപ്പിക്കത്തുള്ളൂ ഇവർക്ക്. ഇറ്റ്സ് വെരി ഈസി ടു ആക്സസ്. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എഫേസ്യർ ലേഖനം പഴയ നിയമത്തിൽ നോക്കുന്നു ഒരാൾ. I was surprised. എഫേസ്യർ ലേഖനം പറഞ്ഞപ്പം പഴയ നിയമത്തിൽ നോക്കുന്നു. സെലക്റ്റഡ് വർഷിപ്പ്. യേശുവോട് പറയാ, ഗെരസീം, ജെറുസലേം സെലക്റ്റഡ്. നമ്പർ 3, അൺനോൺ വർഷിപ്പ്. അറിയാതെ ആരാധിക്കുന്ന സൂപ്പർസ്റ്റിഷ്യസ് വർഷിപ്പ്. മനസ്സിലായോ? ആരാധിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പല്ലി എന്ന് ചലച്ചാൽ മതി, പോയി. ഒരു പൂച്ച ചാടിയാൽ മതി, കാര്യം പോയി. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായോ? എന്തിനു പറയുന്നത്? ഞങ്ങൾ ക്വാർട്ടേഴ്സ് താമസിച്ചിരുന്ന സമയത്ത് ജാനുവരി 1 ഒരു സിസ്റ്റർ വീട്ടിൽ വന്ന്, ഞങ്ങൾ മിഡ്നൈറ്റാണ് വന്ന്, കുറേ കഴിഞ്ഞാൽ വന്നപ്പോൾ ബെല്ലടിച്ചു. എലിസബത്ത്, എൻ്റെ വൈഫിനോട് ചോദിച്ചു, എലിസബത്ത് ഷുഗർ ഉണ്ടോ? 1 ജാനുവരി. അവരും അങ്ങോട്ട് പോയി അറിയാതായപ്പോൾ ചായ കുടിക്കാൻ. വൈഫ് പറഞ്ഞു, യെസ് ഉണ്ട്, വന്നട്ടെ, ഞാൻ തരാം. ആ സിസ്റ്ററിനെ പിന്നെ കാണാനില്ല. ഞാൻ പറഞ്ഞു, രാവിലെ എഴുന്നേൽപ്പിക്കുകയും ചെയ്ത് ബെല്ല് അടിച്ചു, ഷുഗർ കൊടുക്കാൻ പോയ പുള്ളിക്കാരി പോയി. പിന്നെ പരച്ചാ പോകണ്ട, ചോദിക്കാൻ പോകണ്ട, മറ്റേ കൂട്ടുകാരനാ, ചോദിക്കാൻ പോകണ്ട. അവർക്ക് തോന്നിക്കാണും, 1-ാം തീയതി മേടിച്ച വർഷം മൊത്തം അന്യഭാഷ നിർത്താതെ പറയുന്ന ആൾക്കാരാ. പക്ഷെ എന്തോ ഉണ്ട് പറഞ്ഞേ. അപ്പൊ ആരാധന, അറിയാതെ ആരാധന ഇഗ്നറന്റ്. അറിയാതുള്ള ആരാധന എന്താ? സൂപ്പർസ്റ്റിഷ്യസ് വർഷിപ്പ്. അറിയാതെയുള്ള ആരാധന സെലക്റ്റഡ് വർഷിപ്പാ. പക്ഷെ യേശു പറഞ്ഞു കൊടുത്ത ഭാഗം ഇതാണ്, നിങ്ങൾ അറിഞ്ഞ് എന്നെ ആരാധിക്കണം, അറിഞ്ഞ് എന്നെ ആരാധിക്കണം. അപ്പൊ എന്താ വർഷിപ്പ്? ലിസൺ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. വാട്ട് ഈസ് വർഷിപ്പ്? വർഷിപ്പിന് 2 വാക്കുകളാണ് യേശുവോട് പറയുന്നത്. അതിനെ ലാറ്റിനിൽ കിടക്കുന്നതും പ്രോസ്ക്യുനേ. ട്രൂ വർഷിപ്പ്, പ്രോസ്ക്യുനേ എന്ന് പറഞ്ഞാൽ വർത്ത് ആൻഡ് ഷിപ്പ്. മീനിങ് അണ്ടർസ്റ്റാൻഡ് ദ വർത്ത് ഓഫ് ദ വൺ യു ബോ ഡൗൺ. ഹല്ലേലൂയ. ആരുടെ മുമ്പിലാ വന്നിരിക്കുന്നതെന്ന് അവന്റെ ഭയങ്കരത്വം മനസ്സിലാക്കി വേണം അവനെ ആരാധിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ഭക്തനായ മിഷണറി ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു നോ ദ ഗോഡ് ദാറ്റ് യു സെർവ്, ലുക്ക് അറ്റ് എ പേഴ്സൺസ് വർഷിപ്പ്. ഒരു വ്യക്തിയുടെ ആരാധന നോക്കിയാൽ മതി, മനസ്സിലാകും ആ വ്യക്തിയുടെ ദൈവം ആരാന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകങ്ങളിലെല്ലാം 2 പദങ്ങൾ കിടക്കുന്നുണ്ട്. ഒന്ന് പ്രൈസ് ഹിം, താങ്ക് ഹിം. നോട്ട് താങ്ക് ഹിം ആൻഡ് പ്രൈസ് ഹിം. ഓൾവേസ് ദ ഓർഡർ ഈസ് പ്രൈസ് ആൻഡ് താങ്ക്. ഓർഡർ മനസ്സിലായോ? സാംസിൽ എപ്പോഴും ഓർഡർ നോട്ട് ഗീവ് താങ്ക്സ് ആൻഡ് പ്രൈസ് എന്നല്ല, പ്രൈസ് ആൻഡ് താങ്ക്സ്. What does it mean? Praise means understand the worthiness of God. Oh, hallelujah. ഈ പകലിൽ നമുക്ക് മറുപടി കിട്ടി കാണത്തില്ല, പലതും നടന്നിട്ടില്ല, പല കൺഫ്യൂഷൻസ് ഉണ്ട്. But I have come into a presence of my Father. I understand His worthiness. Hallelujah. ഞാൻ അവനെ സ്തുതിക്കാൻ പോകുകയാ. Understand His worthy. ഓ ഹല്ലേലൂയ. അങ്ങനെ വർത്തിനെസ് മനസ്സിലാക്കിയവർ മാത്രം അടുത്ത പറയാ ഗീവ് താങ്ക്സ്. വാട്ട് ഈസ് ഗീവ് താങ്ക്സ്? എനിക്ക് ജോലി ഇല്ലാതെ ജോലി കിട്ടി, താങ്ക് യു ലോർഡ്. അപ്പൊ കിട്ടി കഴിയുമ്പോൾ പറയുന്ന കാര്യമാ താങ്ക്സ്. മനസ്സിലാവുന്നുണ്ടോ? സങ്കീർത്തനത്തിൽ കിട്ടാൻ പോകുന്നുവെന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു, കിട്ടി കഴിഞ്ഞ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷേ ആരാധനയ്ക്ക് വരുമ്പോൾ താങ്ക്സിനെക്കാട്ടിലും കൂടുതൽ ലോർഡ് യു ആർ വർത്തി.
ലോർഡ് യു ആർ വർത്തി. ഈ ആരാധന എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ നീ ഭയങ്കരനായ ദൈവമാ, യു ആർ വർത്തി ടു ബി പ്രൈസ്ഡ്. ഹല്ലേലൂയ. യേശു ഈ സിസ്റ്ററോട് പറഞ്ഞെന്നറിയോ, നിന്നോട് സംസാരിക്കുന്ന ആരാന്ന് നിനക്കറിയത്തില്ല. മീനിങ്, നീ അറിഞ്ഞായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചേനെ. മീനിങ്, യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് മൈ വർത്തിനെസ്. നിനക്ക് ഞാൻ ലീവിംഗ് വാട്ടർ തന്നേനെ. ഞാൻ നിന്നോട് വെറും വെള്ളമാ ചോദിച്ചേ. നീ അതിനു വേണ്ടി എന്നോട് ഡിബേറ്റ് ചെയ്യുക. പക്ഷെ അണ്ടർസ്റ്റാൻഡ് ഹൂ ഐ ആം. ഭയങ്കരമായി കർത്താവിനോട് അവളോട് പറഞ്ഞേ, അണ്ടർസ്റ്റാൻഡ് ഹൂ ഐ ആം, ഐ ആം വർത്തി. അപ്പൊ ദൈവത്തിന്റെ വർത്തിനെസ് ഒരു വ്യക്തി മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെക്കും. മനസ്സിലായോ? ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ വർത്തിനെസ്, നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് ആരെ വെക്കും? സബ്സ്റ്റിറ്റ്യൂട്ടിനെ. മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി, 40 ദിവസമായി കാണുന്നില്ല. വിത്തിൻ 40 days ചെങ്കടലിൽ ആരാധിച്ചവരുടെ ആരാധന നിന്നു. Only it required 40 days. തപ്പും കിണറും എടുത്ത് ലോർഡ് യു ആർ ഹോളി, യു ആർ വർത്തി എന്നൊക്കെ പറഞ്ഞവർ 40 ദിവസം എന്തോ കണ്ടില്ല. ആരെ കണ്ടില്ല? മോശെ. ഉടനെ അവർ ആരെ ഒരുക്കി? എന്തിനാ എലിഫന്റിനെ ഒരുക്കാഞ്ഞ്? വൈ നോട്ട് എലിഫന്റ്, വൈ നോട്ട് ഡോങ്കി, വൈ നോട്ട് സം അതർ ആനിമൽ, ഓൺലി ദിസ് കാഫ്? എന്തുകൊണ്ടാ? ഹല്ലേലൂയ. യു നോ വൈ? മിസ്രൈമിൽ ഒരു താമസ സ്ഥലം ഏതാ? ഗോഷൻ. ഗോഷനിൽ ആരാധിച്ചത് ആരാ? യോശുവ അതാ പറയുന്നേ, നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെ അന്യ ദൈവങ്ങളെ ആരാധിച്ചു. മിസ്രൈമിൽ ഗോഷൻ ടെറിട്ടറിയിൽ ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ പേരെന്തോന്നറിയോ? APHIS, അപ്പീസ്. എന്തുവാ? അപ്പീസ്. അപ്പൊ ഗോഷനിൽ ആരാധിച്ച ദൈവത്തിന്റെ പേരെന്തുവാ? അപ്പീസ്. ആ അപ്പീസ് ആരാ? കാളക്കുട്ടി. അത് അപ്പൊ വർഷങ്ങളായി അടിമതുകത്തിൽ കിടന്നപ്പോൾ ഇവർ ആരാധിച്ച ആരെയാ? പറഞ്ഞാട്ടെ, അപ്പീസിന്. അപ്പൊ ഇറങ്ങിത്തിരിച്ചു, മിസ്രൈമിൽ ഇറങ്ങിത്തിരിച്ചു. ദൈവം പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ ഗ്ലോറി 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 ഗ്ലോറി. ദൈവം 40 ഡേയ്സിലേക്ക് അവരോട് സംസാരിക്കാതിരുന്നു, ലീഡർ ഇല്ലാതിരുന്നു. അവരുടെ അകത്ത് വർഷങ്ങളായി കിടന്ന അപ്പീസ് പുറത്തു വന്നു. ഏറം പറഞ്ഞ വാക്ക് കേട്ടോ, ഞാൻ ചെയ്തതല്ല, കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഇതെല്ലാം കൂടെ എന്ത് ചെയ്തു? ബേൺ ചെയ്തു. ബേൺ ചെയ്തപ്പോൾ എന്തായി വന്നു? അല്ല, അവിടെ ഒരു വാക്കെടുപ്പുണ്ട്, ഐ ഫാഷൻഡ് ഇറ്റ്. വൈ നോട്ട് എലിഫന്റ്? ബിക്കോസ് അവർക്ക് പരിചയമുള്ളത് അപ്പീസ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ദൈവമക്കളുടെ കാര്യം പറയട്ടെ. ദൈവം വേർത്തിയാണ് എൻ്റെ ആരാധനയ്ക്കെന്ന് ഉറപ്പോടുകൂടെ അവൻ്റെ സന്നിധിയിൽ വെച്ചിട്ടുള്ള വിഷയം ആ വേർത്തിയായ ദൈവം കേട്ടിട്ടുണ്ട്. അവന് എല്ലാം നന്നായി അറിയുന്ന കർത്താവ്. അവൻ എനിക്ക് വേണ്ടി അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുമെന്ന് ഉറപ്പോട് ദൈവസന്ധി വെച്ച ഒരു വിഷയമുണ്ടെങ്കിൽ ഡോണ്ട് ബ്രിങ് അനദർ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓ ഹല്ലേലൂയ. ഡോണ്ട് ബ്രിങ് അനദർ സബ്സ്റ്റിറ്റ്യൂട്ട്. ആ സബ്സ്റ്റിറ്റ്യൂട്ടിനെ എല്ലാം ഇന്ന് പുറത്ത് കളയണം. അതുകൊണ്ട് ചർച്ച് എന്ന് പറഞ്ഞേക്ക് പല ചർച്ചസ് പറയുന്നത് അറിയോ? നോ 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 നോ, വൈ ആർ വി കീപ്പിംഗ് ദിസ് ഇമേജ്? യു നോ, വി ആർ ആക്ച്വലി നോട്ട് വർഷിപ്പിംഗ് ദിസ് ഇമേജ്, വി ആർ വർഷിപ്പിംഗ് സംവൺ ബിഹൈൻഡ് ഇറ്റ്. കേട്ടോ ഈ ആർഗ്യുമെന്റ്? ഇല്ലേ? ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറയാ, ഇതൊരു ഇമേജാ, ഈ ഇമേജിനെ വെച്ചേക്ക. അയ്യോ, ഞാൻ ഈ ഇമേജിനെ അല്ല വണങ്ങുന്നത്, ഞാൻ ഇതിനെ കാണുമ്പോൾ എനിക്ക് ആരെക്കുറിച്ച് ഓർമ്മ വരും. പറഞ്ഞാട്ടെ, ഞാനപ്പോൾ പറയുന്നൊരു എക്സാമ്പിൾ ഞാൻ പറയും. ഓർത്തോണ്ടൊരു എക്സാമ്പിൾ പറയാം. ഒരു ഹസ്ബൻഡ് കയറി വരിക, അല്ല ഒരു വൈഫ് കയറി വരിക, ഒരാളുടെ XYZ വൈഫ് വരിക. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങോട്ട് വന്നപ്പോൾ വൈഫിനെ പോലെ ഒരു സിസ്റ്ററിനെ കണ്ടു. കയറി വന്നപ്പോ തോന്നിയത് വൈഫാ. ഹലോ പ്രൈസ് ദി ലോർഡ്, ഒരു എംബ്രേസ് ചെയ്തു. ഒന്നുമില്ല, മനസ്സിൽ ഒരു ചിന്തയുമില്ല. ഒറ്റന്നെ നോക്കി തിരിഞ്ഞു നോക്കി വൈഫ് കയറി വരുന്നു. അറിയാലോ പിന്നെ വീട്ടിൽ നടക്കാൻ പോകുന്നത് എന്താന്ന്. ഓടിച്ചത് മോളെ ഒന്നും ചിന്തിക്കില്ല കേട്ടോ, ഞാൻ ഒന്നും ചിന്തിച്ചല്ല, ഒന്നുമില്ല. ആ സിസ്റ്ററിനെ കണ്ടപ്പോ നീയാന്ന് തോന്നിപ്പോയി. പിന്നെ അവർ രണ്ടുപേരും എവിടെ ആയിരിക്കും അറിയോ? ആ ആർഗ്യുമെന്റ് ശരിയാണോ? ഹല്ലേലൂയ. Don't substitute anything for God. ഇന്ന് വിശ്വസിക്കാൻ നോക്കൂ, എൻ്റെ സ്തോത്രത്തിന് എൻ്റെ ദൈവം യോഗ്യനാ.
ചിലർ ഈ ആരാധന വന്നിട്ട് ഇവിടെ ഞാൻ കാണുന്നില്ല, പക്ഷെ അവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ മസിൽ പിടിച്ചു ഒരു ഹല്ലേലൂയ പറ. Easily you can know who is their God. Don't substitute anything for God. So what is worship? യേശു പറഞ്ഞ വർഷിപ്പ് ഇതാണ്. സിസ്റ്റർ, understand my worth. Now listen to me. Samaritan lady the worthiness. First she called Jesus a Jew. മനസ്സിലായി? ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? Jew. അവൾ യേശുവിനെ യഹൂദൻ എന്ന് കണ്ടപ്പോൾ അവന് കൊടുത്ത വർത്തിനെസ് ഒരു യഹൂദന്റെ ആയിരുന്നു. ഹല്ലേലൂയ. അവൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. Why are you asking me? We have no relation. രണ്ടാമത് യേശു കുറച്ചും കൂടെ അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു സർ. വാക്ക് മാറി. വർത്തിനെസ്, അവൾ യേശുവിനെ അറിയാൻ തുടങ്ങിയപ്പോൾ അവളുടെ വാക്കുകൾ മാറി, അവളുടെ ഹല്ലേലൂയ ആരാധന രീതി മാറി. അവൾ പറഞ്ഞു സർ. ആദ്യം വിളിച്ചത് യു ആർ എ Jew. ദേശപ്പെട്ടാ പറഞ്ഞ്. രണ്ടാം ദേശം കുറഞ്ഞു. സർ. മൂന്നാമത് വന്നിട്ട് പറഞ്ഞു ഇറ്റ് സീംസ് ദാറ്റ് യു ആർ എ പ്രോഫറ്റ്. ഓഹോ, യഹൂദനിൽ നിന്ന് മാറി സറായി, പ്രോഫറ്റായി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ താപ്പോട്ട് വന്നവൻ പറഞ്ഞു ഐ നോ മസായ വിൽ കം. യേശു നിന്നോട് സംസാരിക്കാതെ ഞാനാ മസിയ. ഓഹോ, അവൾ ഉടനെ ദൈവ മുമ്പിൽ അങ്ങോട്ട് താണു വീഴുകയാ. അവൾ പറയുകയാ God give me that living water. Hallelujah. യേശു വർത്തിയാ നമുക്ക് മനസ്സിലായപ്പോൾ അവളുടെ റെസ്പോൺസ് മാറി. എത്ര നാളായി നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ട്? How is our response towards the worship? Hallelujah. അടുത്തത് ഇവൾ യേശുവിനെ പറഞ്ഞു don't go anywhere, be here, I'm coming back. ഇവൾ പട്ടണത്തിൽ പോയി. ഏത് സമയത്താണ് ഈ സിസ്റ്റർ വെള്ളം കോരാൻ വന്നേ? ഉച്ച സമയത്ത് ഇല്ലേ? ആണല്ലോ, ഉച്ച സമയത്ത്. ഈസ്റ്റേൺ ട്രഡീഷൻ ഉച്ച സമയത്ത് എന്താ? ഇറ്റ്സ് എ റെസ്റ്റിംഗ് ടൈം. You got it? She came when she had her own space. വില്ലേജ് സ്പേസ് കൊടുക്കാത്ത ഒരു സമയത്ത് അവൾ വന്നു, വെള്ളം കോരി. ആരും കാണാതെ മടങ്ങിപ്പാൻ നോക്കിയപ്പോൾ ഇവൾ ഇപ്പ പറയാ wait, let me go back to the village. ഏത് വില്ലേജ് ആണോ അവളെ തടസ്സപ്പെടുത്തിയിരുത്തിയത്, അവളെ മുദ്ര കുത്തിയത്, അതേ വില്ലേജിലേക്ക് നാണം കെട്ടല്ല പോയത്, ധൈര്യത്തോളം അവിടെ പോയി. മനസ്സിലായോ? കൊടുക്കേണ്ട ആദരവ് അവന് കൊടുത്തു കഴിഞ്ഞാൽ അറിയാത്ത മണ്ഡലത്തിൽ നമ്മിൽ മേൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ആൻഡ് വെൻ വി ഗോ ബാക്ക് ടു ദ സെയിം പ്ലേസ്, ആൾക്കാർ അത് റെക്കഗ്നൈസ് ചെയ്യും. യു ആർ നോ മോർ ദ സെയിം പേഴ്സൺ ദാറ്റ് ദേ മെറ്റ് യെസ്റ്റർഡേ. യു ആർ സംതിങ് ന്യൂ. ദൈവം ചേഞ്ച് ചെയ്യും. ദൈവം ചെയ്ത അടുത്ത കാര്യം എന്തോന്നറിയോ? ഷി വെന്റ് ബാക്ക്. 442 വായിക്കേണ്ട 442 കിടക്കുന്ന എന്തോന്നറിയോ? ഷി വെന്റ് ബാക്ക് ടു ദ സിറ്റി and she said come, I have seen thee. 5 ഹസ്ബൻഡ് ഉള്ള ബ്രോക്കൺ ലേഡി, blinded by Satan lady, bounded by sin lady. ഈ സിസ്റ്റർ പട്ടണക്കാരോട് പറയാ come. പണ്ട് ഈ വാക്കുകൾ പറയാ come എന്ന് പറഞ്ഞാൽ people will misinterpret her. But now when she gave worthiness to God, she worshipped him in the beauty of the holiness. അവൾ ഇപ്പ പറഞ്ഞ വാക്ക് കം, മൊത്തം പട്ടണം ഇളകി. മനസ്സിലായോ? പണ്ട് ഇവളെ വിളിച്ച ഇവളെ കല്ലെറിയും. പണ്ട് ഇവളെ വിളിച്ച ജഡ്ജ്മെന്റ് ലയബിളാ. പക്ഷെ ഇപ്പോൾ അവൾ പറഞ്ഞ ശബ്ദത്തിൽ പട്ടണം ഇളകി. ഇത് പകൽക്കാലം വിശ്വസിക്കാൻ ഒക്കുമോ? എന്നെ ഒതുക്കാൻ നോക്കുന്ന ഏത് ശക്തിയാണെങ്കിലും, എന്നെ എവിടൊക്കെ റിസ്ട്രിക്ട് ചെയ്യാൻ നോക്കുന്ന ശക്തിയാണെങ്കിലും, ഞാൻ എൻ്റെ യേശുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിനറിയാം എന്നെ എവിടെ നിവരെ നിർത്തണമെന്ന്. ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ദൈവത്തിന് സ്തോത്രം പറയുവാൻ ഏൽപ്പിക്കപ്പെടട്ടെ. Hallelujah. What is the meaning of worship? He is worthy. നമുക്കെല്ലാം അറിയുന്നൊരു ഭാഗമുണ്ട്. പെട്ടകം കൊണ്ടുവന്നപ്പോൾ ദാവീദ് വസ്ത്രമൂരി. നല്ല വായിക്കുന്നേ. ദാവീദ് ഏത് വസ്ത്രം ഊരിയേ? റോയൽ റോബ്. എന്തുകൊണ്ട്? കാരണം റോയൽ റോബ് ഇട്ട് വർഷിപ്പ് ചെയ്താൽ ജനം രാജാവിനെ നോക്കും, രാജാതി രാജാവിനെ നോക്കത്തില്ല. ബിക്കോസ് റോയൽ വസ്ത്രം ഇട്ടെങ്കിൽ ജനം സബ്ജക്ട്സ് cannot approach the king. ഉടനെ രാജാവ് നോക്കി, ഞാൻ റോയൽ റോബ് ഇട്ടാണ് അവനെ ആരാധിക്കുന്നത്, എനിക്കിതൊക്കത്തില്ല, ജനമെല്ലാം ആരാധിക്കുന്നില്ല, ജനമെല്ലാം എന്നെ ഭയക്കുകയാ.
എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് ആരാധന ഇടയ്ക്ക് വെച്ച് പുള്ളി ആ റോയൽ റോബൊക്കെ മാറ്റി സാധാരണ വസ്ത്രം ഇട്ടിട്ട് പറഞ്ഞു, പീപ്പിൾ ഷുഡ് നോട്ട് കൗണ്ട് മീ വർത്തി, ബട്ട് ദേ ഷുഡ് കൗണ്ട് ദ കിങ് ഓഫ് കിങ് ആസ് വർത്തി. ഇന്ന് പകൽ നമ്മൾ ദൈവസന്ധി വരുമ്പോൾ ആ വർത്തിനെസ് മനസ്സിലാക്കി സ്തുതിക്കുന്ന ഓരോ ദൈവമക്കളെയും മടങ്ങി പോകുമ്പോൾ ദൈവം മാനിച്ചിരിക്കും. ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. That's the worship. Number 2, what is the motive of worship? What is the motive of worship? 4:23 അവിടെ വായിച്ച വാക്യം ഇങ്ങനെ, the father seeks. ഇല്ലല്ലേ വായിക്കുന്നേ? Father seeks worship. രണ്ട് കാര്യങ്ങൾ. Why does the father seek worship? Amen. Because when we worship, there is something happening to the worshipper. മനസ്സിലായോ? First thing, Father seeks worship is because when a true worshipper comes and worship the Lord, it affects the worshipper. Hallelujah. ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹം ഇവണേ. നമ്മൾ ഇതിന് ദൈവത്തിന് എന്തോ കൊതി ഉണ്ടായിട്ടാണ്. കർത്താവ് പറഞ്ഞ അല്ല, ജോയലെ നീ എന്നെ വന്ന് ആരാധിക്കുമ്പോൾ ആ ആരാധന നിനക്കൊരു എഫക്റ്റ് ഉണ്ടാകും. Hallelujah. ഈ പണ്ടുള്ള ഈ ഫയർ പ്ലേസിലൊക്കെ ഈ ഫോർക്കൊക്കെ എടുത്തിട്ട് ഈ ഇതുണ്ടല്ലോ വിറക് ഇങ്ങനെ കുത്തി അകത്തോട്ട് ഇടുന്നത്, അത് ആ തീയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ വെച്ച ഇൻസ്ട്രുമെൻറ്റും കൂടെ പഴക്കും. മനസ്സിലായോ? തീയാകുന്ന ദൈവത്തിൻ്റെ അടുക്കൽ വേർത്തിയോടുകൂടെ വന്ന് ആ വേർത്തിനെസ് മനസ്സിലാക്കി ആരാധിക്കുമ്പോൾ ദൈവം പറയുക, ആരാധിക്കുന്ന വ്യക്തിയെ ഞാൻ തൊട്ടിരിക്കും. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. There is no light without the heat and heat without the light. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരാധിച്ച് കഴിയുമ്പോൾ ഞാനും നിങ്ങളും വിടുതൽ അനുഭവിച്ചു പോകും. എല്ലാം കെട്ടിക്കിടക്കുകയാ, എല്ലാം ബന്ധിക്കപ്പെട്ട് ഇംപ്രിസണിൽ കിടക്കുകയാ. പോളിന് വേണമെങ്കിൽ അകത്ത് പോകാതിരിക്കാമായിരുന്നു. You know why? Because he was a Roman citizen. He had Rex Sempronia. Rex Sempronia എന്ന് പറഞ്ഞാൽ citizen law says without questioning you cannot arrest. കുറ്റം കണ്ടുപിടിക്കാതെ അറസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ പോൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. പോൾ റെഡി അറസ്റ്റിന്. ബിക്കോസ് പോൾ ന്യൂ വൺ തിങ്, ഞാൻ ഇവിടെ ദർശനത്തോടു കൂടിയാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്, ഞാൻ അവനെ മഹത്വപ്പെടുത്തുന്നത്. ഏത് കെട്ടാണെങ്കിലും ഇത് അഴിഞ്ഞു മാറും. വിശ്വസിക്കാൻ ഒക്കുമോ ദൈവ പൈതലേ? നമ്മളിലേക്ക് അത് എഫക്റ്റ് ചെയ്യും. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. ആ പോക്കർ ഹീറ്റ് ആകുന്നത് പോലെ ഗോഡ് സേസ് ഇറ്റ്സ് ഫോർ യു. ഇനി രണ്ട്, ഫാദർ ഈസ് ഡിസയറിങ്. ഫാദർ ഈസ് ഡിസയറിങ്. അവിടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫാദർ സീക്സ് എന്ന. മനസ്സിലായോ? ഫാദർ ഈസ് സീക്കിംഗ് വർഷിപ്പ്. വൈ? അതിന്റെ രണ്ടാമത്തെ കാരണം, ഫസ്റ്റ് ഇറ്റ് എഫക്ട്സ് മീ. സെക്കൻഡ്, യേശു 70 പ്രാവശ്യം ഗോഡിനെ ഫാദർ എന്ന് വിളിച്ചു. എത്ര പ്രാവശ്യമാ പറഞ്ഞാട്ടെ? ഗോഡിനെ ഫാദർ എന്ന് വിളിച്ചു. അപ്പൊ വർഷിപ്പിന് വരുന്നവർ കാണേണ്ട കാഴ്ച, സീ ദ ഫാദർഹുഡ് ഓഫ് ഗോഡ്. എന്താ കാണണ്ടേ? ഫാദർഹുഡ്. ഫാദർ ഡിസൈഡ്. ഇത് ഞാൻ പറയുമ്പോൾ ഫാദർഹുഡ് ഓഫ് ഗോഡ്. എൻ്റെ ബർത്ത്ഡേയിൽ എൻ്റെ മക്കൾ എനിക്ക് സർപ്രൈസ് തരും. ഞാൻ പോലും അറിയാതെ ഞാൻ കൊടുക്കുന്ന പോക്കറ്റ് മണി കയ്യിലൊക്കെ വെച്ചിട്ട് അവരെന്തെങ്കിലും എടുത്തുകൊണ്ട് വന്ന് എനിക്ക് സർപ്രൈസ് തരും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേയിൽ എൻ്റെ 50th, എൻ്റെ 2 years ബാക്ക് 50th ബർത്ത്ഡേയിൽ ചർച്ച് എനിക്കൊരു സർപ്രൈസ് തന്നു. ഞാൻ പോലും അറിഞ്ഞില്ലേ. ഞാൻ നോക്കിയപ്പോൾ വേണ്ട വീട്ടിനകത്ത് എല്ലാവരും വന്നു ചർച്ചിൽ നിന്ന്. എനിക്കൊരു സർപ്രൈസ് എൻ്റെ 50th ബർത്ത്ഡേയിൽ. അവരെനിക്ക് സർപ്രൈസ് തന്ന സമയത്ത് അവരൊരു പ്രോഗ്രാം വെച്ച കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ജോയൻ ആൻഡ് ജെസ്സിക്ക കം ഫോർവേഡ്. സഡൻലി ആയിരുന്നേ, അവരോടും പറഞ്ഞിട്ടില്ല. കം ഫോർവേഡ് ആൻഡ് ജസ്റ്റ് കൺഗ്രാജുലേറ്റ് യുവർ ഫാദർ. ഞാൻ അങ്ങനെ കരയുന്നൊരു വ്യക്തിയല്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ കരയത്തില്ല. അങ്ങനെ ഒരു എമോഷണലായിട്ട് ഞാൻ കാണിക്കത്തില്ല അധികം. പക്ഷെ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. യു നോ വെൻ മൈ 2 daughters came and stood. ഒന്നും എഴുതിയ സ്ക്രിപ്റ്റഡ് അല്ല, ഒന്നുമല്ല. അവര് ഫാദറിൻ്റെ ലവിനെ കുറിച്ച് ഒരു പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഡാഡ് യു ഹാവ് ഡിസിപ്ലിൻഡ് us, but we love you daddy. This is worship. In the Father seeks, when you understand the fatherhood of God, ആരാധനയ്ക്ക് വന്നു കഴിയുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ,
യേശുവേ, തമിഴ് പറഞ്ഞതുപോലെ ഞാൻ ഉന്നെ നേസിക്കറേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് പറയുമ്പോൾ നമ്മിലേക്കൊരു ദൈവ സാന്നിധ്യം ഇറങ്ങും. ഇതാണ് വർഷിപ്പ്. So what is the motive for worship? Just come and say, Jesus, I love you, I praise you, I thank you. മനസ്സിലായോ? ഞാനൊരു ഭാഗം അവിടെ പറഞ്ഞിട്ട് നിർത്താം. ഓബേദെദോമിന്റെ വീട്ടിൽ പെട്ടകം വെച്ചോ. ഇതാണ് സ്നേഹം. കൊന്ന പെട്ടകത്തെ വീട്ടിൽ കയറ്റുവോ? അനുഗ്രഹിക്കുന്ന പെട്ടകത്തെ നമുക്ക് വേണോ? പറഞ്ഞേ ഇല്ലേ? ഒരു വീട്ടിൽ പെട്ടകമിരുന്നു, 3 പേരുണ്ടായിരുന്നു, 3 പേരും തക്കുന്നു. അപ്പൊ കൊന്ന ചരിത്രമുള്ള പെട്ടകം, the ark that killed 3 people. ഓബേദെദോം ലീവൈറ്റ് അല്ല, ലേവ്യൻ അല്ല, he was a Gittite. ഗത്യനായ ഓബേദെദോമിന്റെ വീട്. ഇങ്ങനെ പെട്ടകം വേണ്ട എന്ന് ഡേവിഡ് താഴെ ഇട്ടിട്ട് പറഞ്ഞു, ഈ പെട്ടകം വേണ്ട, കൊല്ലുന്ന പെട്ടകമാ. പെട്ടെന്ന് ഡേവിഡ് പോകാൻ ഡേവിഡിന്റെ മനസ്സിൽ കുത്തിട്ട് പറഞ്ഞു, അയ്യോ എങ്ങനെ പെട്ടകം ഉപേക്ഷിക്കുക, എനിക്ക് വേണ്ട, കാരണം കൊല്ലുന്ന പെട്ടകമാ. ആ വീട് ആരുടെയാ? ഉടനെ പറഞ്ഞു, അത് ഓബേദെദോമിന്റെയാ, അങ്ങോട്ട് കയറ്റി വെക്ക്. ദൈവക്ക് മനസ്സിലായോ? ഇഷ്ടം ഉണ്ടായിട്ട് കയറ്റിയതല്ല, രാജാവ് പറഞ്ഞതാ. അപ്പൊ ഓബേദെദോം പറഞ്ഞു, ഈ പെട്ടകത്തിന്റെ ചരിത്രം 3 പേരെ കൊന്നു. രാജാവ് പറയുന്നു അങ്ങോട്ട് വെക്ക്. രാജാവ് പറഞ്ഞു അങ്ങോട്ട്. രാജാവിനോട് നോ പറഞ്ഞാൽ രാജാവ് കൊല്ലും. അപ്പൊ പെട്ടകം വന്നാലും ചാകും, രാജാവിന്റെ വാക്ക് കേട്ടില്ലെങ്കിലും ബെസ്റ്റ് എന്താ? പെട്ടകം ഇരിക്കട്ടെ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എത്രയൊക്കെ മനസ്സിലായി? എല്ലാവും മനസ്സിലായോ? അപ്പൊ ഈ പെട്ടകം വീട്ടിലോട്ട് വന്ന് കയറി, വീട്ടിനകത്തോട്ട് വെച്ചപ്പോൾ ഓബേദെദോമിന്റെ വീട്ടിൽ 8 ആൺപിള്ളാരാ. എത്ര പറഞ്ഞാട്ടെ? 8 സൺസ്, 8 ആൺപിള്ളാരാ. ഓബേദെദോമിന്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവമേ 3 കൊന്നതാ, എനിക്കിത് വേണ്ടായിരുന്നു, പക്ഷെ ജബർദസ്തി എന്നെ കയറ്റിയതാ, എന്നോട് ജബർദസ്തി ആയിട്ട് എന്റെ അകത്ത് കമ്പൽ ചെയ്ത് എന്റെ അകത്ത് ഈ പെട്ടകം വന്നതാ. അപ്പാ ആ പുള്ളിയുടെ മരണം അപ്പുറം എത്ര ആയിരിക്കും? സ്വത്രം നമുക്കെല്ലാം അനുകരിക്കുന്ന പെട്ടകമില്ല വേണ്ടേ? നോക്കിയേ, ഈ ഭക്തൻ ചെയ്ത ഒരു കാര്യം പുള്ളി നോക്കിയപ്പോൾ ഈ പെട്ടകത്തിനകത്ത് 3 കാര്യം പെട്ടെന്ന് ചെയ്ത്. അദ്ദേഹം മക്കളെ എല്ലാം വിളിച്ചു, വിശുദ്ധീകരിച്ചു. ചെയ്യാൻ അധികാരമില്ല, ലേവ്യനല്ല, ഗിത്യനാ. വിശുദ്ധീകരിച്ചിട്ട് ഈ പെട്ടകത്തിനകത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്താ ഇരിക്കുന്നേ? പറഞ്ഞു 10 കൽപ്പന. ഇതെന്താ? മന്നയിട്ട പൊൻപാത്രം. ഇതെന്താ? ദ ഏറൺസ് റോഡ് ദാറ്റ് ബഡഡ്. 3 കാര്യങ്ങൾ. അദ്ദേഹം പ്രാർത്ഥന തുടങ്ങി. ബൈബിളിൽ കിടക്കുന്നുണ്ട്, പ്രാർത്ഥന തുടങ്ങി. കർത്താവേ, ഇത് 10 കൽപ്പനയാണ്, ഇത് കൊല്ലുന്ന കൽപ്പനകളാ, പക്ഷേ ഇതിനകത്തിൽ നീ എന്നെ അനുഗ്രഹിക്കണേ, ഞാൻ പാലിച്ചോളാം. എനിക്കിത് അറിയത്തില്ല അധികമൊന്നും, ഞാൻ ഗിത്യനാ, പക്ഷെ കുറച്ചൊക്കെ അറിയാം, ഞാൻ കേട്ടോളാം. അതിലൊന്നാ ശുദ്ധീകരിക്കണേ, ഞാൻ ശുദ്ധീകരിച്ചോളാം, പക്ഷെ എന്നെ ഓർക്കണേ. 2, കർത്താവ് ഞാൻ ഗിത്യനാ, ഞങ്ങളുടെ വീട്ടിൽ 8 ആൺപിള്ളാരാ ഉള്ളത്. നിങ്ങൾ ഇത് 8 ആൺപിള്ളാരാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടുമെന്ന് ഇല്ല, യഹൂദൻ അങ്ങോട്ട് കൊടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. മനസ്സിലായോ? സ്തോത്രം. അതേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ ഇത് പ്രൊവിഷൻ ഒന്നും എനിക്കില്ല, ഇത് മന്നയിട്ട പൊൻപാത്രമില്ല, 40 വർഷം കൊടുത്തതല്ലേ, ഈ എൻ്റെ വീട്ടിൽ റേഷൻ കുറയാതിരിക്കട്ടെ. 3, കർത്താവേ ലോകം മൊത്തം പറയുന്നത് കൊല്ലുന്ന പെട്ടകമാ, പക്ഷെ അഹരോന്റെ വടി സിമന്റ് തറയിൽ കിടന്ന്, അത് കുഴിച്ചിട്ടിട്ടല്ല, വെറും തറയിൽ കിടന്ന് അതിനെ നീ ബഡ്ഡി ഏൽപ്പിച്ചെങ്കിൽ നിന്റെ സാന്നിധ്യമുള്ള ഈ വീട്ട് കുറഞ്ഞു പോകത്തില്ല, എൻ്റെ കൊച്ചുകളൊന്നും മരിക്കത്തില്ല, അവർ വർദ്ധിച്ചു വരാൻ പോകുകയാ. ദൈവമക്കൾക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? When he started proclaiming that God, you are a loving God, the people are saying there's a wrath of God in the city. This ark has killed many, but I am calling on your love, Lord. You know what happened? ബൈബിൾ വായിക്കുന്നവർക്കറിയാം, ഓബേദെദോമിന് ഒരു അപ്പൻ, ലിസൺ ടു മീ വെരി കെയർഫുള്ളി, ഒരു അപ്പൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ 62 പേര് കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? 1 person thanked the Lord and loved the Lord. 62 were blessed. നമ്മൾ എത്ര പേരുണ്ട്? ആമേൻ. നിങ്ങളുടെ കുടുംബത്തിൽ 2 പേരുണ്ടോ? 3 പേരുണ്ടോ? കുറഞ്ഞു പോകുമോ അതോ കൂടുവോ? ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. മനസ്സിലായോ? 2, അവൻ്റെ കൊച്ചുങ്ങളും, ഓബേദെദോമിന്റെ കൊച്ചുങ്ങളും ഗ്രാൻഡ് ചിൽഡ്രൻസും ബൈബിൾ വായിക്കുന്നു, അവർ പ്രമാണികളായി. They became rulers. അവർ പ്രഭുക്കന്മാരായി, അവർ ലോർഡ്സായി, അവർ മല്ലന്മാരായി. മനസ്സിലായോ?
അങ്ങനാണെങ്കിൽ ഡാഡി മമ്മി സ്വത്രം പറയുന്നുണ്ടോ? യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? കൾച്ചർ മാറട്ടെ, കൾച്ചർ എന്താകട്ടെ, തലമുറ നശിക്കത്തില്ല. കൂടെ നിന്ന് ദൈവത്തിന് നന്ദി പറയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദാറ്റ്സ് ദ ലോർഡ് വി സെർവ് ബിക്കോസ് ഐ ലവ് ദ ലോർഡ്. 3 സംഭവിച്ചാൽ കേൾക്കണോ? അതാണ് ഞാൻ ബൈബിൾ വായിച്ചു, ഞാൻ പറയുന്നതെല്ലാം ഫസ്റ്റ് ക്രോണിക്കൽ 26 കിടപ്പുണ്ട്. എന്നെ ഭയങ്കരമായി ഞെട്ടിച്ചൊരു വചന ഭാഗം. 1 പറഞ്ഞത് എന്തുവാ? കൊല്ലല്ലേ, ഒറ്റയാൾ ചത്തില്ല. ഒരാള് ഒബേദിന്റെ വീട്ടിൽ പറഞ്ഞാട്ടെ മരിച്ചില്ല, കൊന്ന പെട്ടകമാ. 2 62 പേര് അനുഗ്രഹിക്കപ്പെട്ടു. Aaron's rod that budded, meaning rulership, leadership. മക്കളും കൊച്ചുമക്കളും എല്ലാം കയറി വന്നു. 3 മന്നയിട്ട പൊൻപാത്രം. വാട്ട് ഡസ് ദാറ്റ് മീൻ? മന്നയിട്ട പൊൻപാത്രത്തിന്റെ അർത്ഥമാ പ്രൊവിഷൻ കുറയരുത്. നിങ്ങൾ ആ ചാപ്റ്റർ വായിക്കുമ്പോൾ എങ്ങനെ കിടക്കുന്നുണ്ട്? They put the Lord. This gate, north gate went to this person, south gate went to this person. എല്ലാം ഇത്ര ഗേറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ വാച്ച്മാൻ ആയിട്ട്. ഓബേദെദോമിന്റെ മക്കളുടെ മേൽ ചീട്ട് വീണപ്പോൾ കിടക്കുന്നത് അറിയാവോ? ഈസ്റ്റ് ഗേറ്റ് വെന്റ് ടു ദം. ഏത് ഗേറ്റാ പോയെ? ഈസ്റ്റ് ഗേറ്റ്. അടുത്തത് സ്റ്റോർ ഹൗസിന്റെ ചാവി അവർ വീട്ടിൽ കയറി. ഏതിന്റെ ചാവിയാ? സ്റ്റോർ ഹൗസിന്റെ. സ്റ്റോർ ഹൗസിനകത്ത് എന്താ കിടക്കുന്നത് പറഞ്ഞേ? ഗ്രെയിൻ ഓഫറിങ്, ഫെലോഷിപ്പ് ഓഫറിങ്, എല്ലാ സ്റ്റോർ ഹൗസ് ചാവി. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ആരാധനയ്ക്ക് ആൾക്കാർ വരുമ്പോൾ ഈ ഗ്രെയിൻ ഹൗസും സ്റ്റോർ ഹൗസും തുറക്കുന്നത് ഇവരാ. തുറന്നിട്ട് ഇവർ ഈ ഗ്രെയിൻ ഓഫറിങ്ങിന് എടുത്ത് കൊടുത്ത് ഓരോ ആൾക്കാർ ബ്ലെസ്ഡായി പോകുമ്പോൾ ഇവർ പറയുന്ന ഭാഗമുണ്ട്, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, കൊന്ന പെട്ടകം വീട്ടിൽ കയറിയപ്പോൾ ഞങ്ങളെ മാനിച്ചതാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരു അനുഭവങ്ങളുണ്ട്. ഈ പെട്ടകം തകർക്കുന്നതല്ല, ഇത് മാനിക്കുന്ന പെട്ടകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്ക് എത്ര ദൈവമക്കളുണ്ട്? എൻ്റെ അനുഭവം വെച്ച് എനിക്ക് പറയാം. I went into full-time ministry in 1991. This has been 34 years in the ministry. ഏതൊക്കെ രാജ്യത്ത് എവിടൊക്കെ ഡിസൈപ്പിൾസിനെയും മിഷൻ സ്റ്റേഷൻസും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല കാര്യങ്ങളിലും ഐ എം വെഞ്ചറിങ് ഔട്ട്. ഞാൻ അവിടെ എല്ലാം ഉണ്ട്. God opened the blessings. I don't want to share everything because it's life, everything. I don't like sharing all those things. You got it? എന്തുവേണ്ടി മിഷൻ സ്റ്റേഷൻസ്, എന്തുവേണ്ടി ഡിസൈപ്പിൾസ്. God gave me a lot of blessings. പറയുന്നതിനപ്പുറം ചിന്തിക്കുന്നതിനപ്പുറം അവൻ ആർക്കും കടക്കാരനല്ല. ഇത്രയും വിശ്വസിക്കുക. ജസ്റ്റ് ലവ് ദ ലോർഡ്. ദൈവ കുടുംബത്തെ എല്ലാം അനുഗ്രഹിച്ചു. ഇതാണ് ഫൈനലി ദ മെത്തേഡ് ഓഫ് വർഷിപ്പ്. ടൈം ആയി. When they came, ഈ പെട്ടകം വെച്ച് 3 മാസം കൊണ്ട് ഈ കാര്യം അങ്ങ് അനുഗ്രഹിക്കപ്പെടുക. ഉടനെ പെട്ടകം വേണ്ടാന്ന് പറഞ്ഞു പോയ ഡേവിഡ് ഇല്ലേ, 3 മാസം കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ കയറി വന്നു. വീട്ടിൽ കയറി വന്ന് പറഞ്ഞു എന്തോ, എനിക്ക് പെട്ടകം പറഞ്ഞാട്ടെ വേണ്ട എന്ന് പറഞ്ഞു പോയവൻ പറയാം എനിക്ക് പെട്ടകം വേണം. ഓബേദെദോം പറഞ്ഞു കൊണ്ടുപോയിക്കോ. എൻ്റെ കുടുംബം മൊത്തം അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു ദൂത് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും, ഇഫ് യു ആർ ലവിങ് ജീസസ്, യു വിൽ ബി ബ്ലെസ്ഡ് 120%. ദാറ്റ്സ് എ റെസ്റ്റോറേഷൻ. ആ ബ്ലെസ്സിങ് നമ്മൾ പുകഴാനല്ല, പിന്മാറ്റക്കാർക്കൊരു അടയാളമായിട്ടാ. ഇമിഗ്രന്റ് ചർച്ച് നേറ്റീവ് ചർച്ചിന് ഒരടയാളമായി മാറും. വിശ്വസിക്കാൻ ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഞാനത് ക്ലിയർ ആയിട്ട് എൻ്റെ ബ്രദറിനെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഒരു വാക്യം പറഞ്ഞു. ഐ സീ യു വിൽ ഹാവിങ് യുവർ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Money will not be a problem. Hallelujah. 31 years I have never spoke about finance to my church, but one thing I have seen, when the Holy Spirit has worked, things have happened. Things have happened, and this is the prophecy for the church also. You will be a glory for the nations. വിശ്വസിക്കുക. നമ്മൾ എന്തിക്ക് ഇന്നത്തെ ലിമിറ്റ് വെച്ചുണ്ട്? How it will happen. That's the Lord we serve. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, the method is this: worship him in spirit. Method in the spirit. It is not Holy Spirit, okay? പലരും തെറ്റായിട്ടാ പറയുന്നത്. ഹോളി സ്പിരിറ്റിലും ട്രൂത്തിലും വർഷിപ്പ് ചെയ്യണം. നോ, സ്പിരിറ്റ് ഈസ് ഹ്യൂമൻ സ്പിരിറ്റ്. Romans 1:9 ഞാൻ പറഞ്ഞുകൊണ്ട് റെഫറൻസ് പിന്നെ വായിച്ചാൽ മതി. Romans 1:9 Paul said, I serve the Lord in my spirit. മനസ്സിലായോ? It's not Holy Spirit.
So when you come to worship, be prepared in your spirit. എത്ര പേർക്ക് മനസ്സിലായി? Hallelujah. Be prepared in your spirit. അല്ലേ? Romans 1:9 അതാ കിടക്കുന്നേ. I worship the Lord in my spirit. So when we are, I as a pastor and a churchill, when I come to worship, I start preparing. ഞാൻ സാറ്റർഡേ ഈവനിങ്ങിൽ എവിടെ കാണ്ടൊക്കെ കറങ്ങാനും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് ഏർലി മോർണിംഗ് കയറി വന്ന് ചർച്ചിലോട്ട് ഞാൻ വരുവാണെങ്കിൽ ഐ ആം നോട്ട് പ്രിപ്പയർഡ്. One Sunday to the next Sunday, I prepare myself. I ask my team to prepare. This is very important. ചില ചർച്ച ഒന്ന് പറയാറുണ്ടോ, ഇന്ന് ആരാധനയ്ക്ക് തീരെ ഒരു ആത്മചൈതന്യമില്ലായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം ഹിയർ. കാരണം നമ്മൾ എഴുന്നേറ്റത് എപ്പോഴാണ്? 10:45 ആരാധനയ്ക്ക് 9:00. How you be prepared in your spirit. When you come prepared, you know what? Holy Spirit will start quickening your spirit. Hallelujah. And the worship is based on the truth of God's word. May the good God bless us through these words. Thank you പാസ്റ്റർ. എല്ലാവർക്കും വന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു വീഴിയിരിക്കുന്നു. ആമേൻ. ഞാൻ എപ്പോഴും വർഷിപ്പിൻ്റെ സമയത്ത് പറയാറുള്ളൊരു വാചകം, ആവർത്തന വിരസതയായ നിങ്ങൾക്ക് തോന്നും, നമ്മുടെ കർത്താവ് ഒരാരാധന കൊതിയനല്ല. ഹീസ് നോട്ട് ഗ്രീഡി ഫോർ വർഷിപ്പ്, ബട്ട് ഹീസ് വേർത്തി ഫോർ വർഷിപ്പ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇന്ന് പകലിലും അല്പനിമിഷം ഒരുമിച്ച് കണ്ണുകളെല്ലാം ദിവസനിതടച്ച് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന്, ഭഗവത്വത്തിന് യോഗ്യനായ ദൈവത്തിന് അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനോ ആരുമേയില്ല, അവനെ പോൽ ആരാധനില്ല. മന്ത്രിയാം ദൈവം, നിത്യസാധനം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യസാധനം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ.
പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കോടാകോടിതൻ ദൂത സൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിരലിൽ. തൻ പ്രിയ സുതരെ തന്നോട് ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. ഇന്ന് പകലിലും അവന്റെ നാമം ഉയരട്ടെ. അവന്റെ നാമം ഈ ദേശത്ത് ഉയരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അവന്റെ നാമം ഉയരട്ടെ. ആരാധന പിടിച്ചു വെക്കരുത് കേട്ടോ. ആരാധനയെ നിങ്ങൾ ഒതുക്കി വെക്കരുത് കേട്ടോ. ഇന്ന് പകലിൽ എങ്ങനെയൊക്കെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യണം. നിങ്ങൾക്കൊരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നെങ്കിൽ അതിനെ തുറന്ന്, ഹൃദയം തുറന്ന്, പൂർണ്ണ ശക്തിയോടെ ഇന്ന് പകലിൽ അവൻ ആരാധന കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിൽ വിടുതലുകൾ വെളിപ്പെടും. ഹല്ലേലൂയ. ആരാധനയിൽ സൗഖ്യങ്ങൾ വെളിപ്പെടും. ആരാധനയിൽ ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടും. ആരാധനയിൽ ദൈവമഹത്വം ഇറങ്ങും. ആരാധനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ചലിക്കും. ഇന്ന് പകലിൽ മറ്റുള്ളവർ ആരാധിക്കുന്നു, അത് വിഷയമല്ല. ഇന്ന് പകലിൽ ദൈവത്തിനും അവന്റെ വേർത്തി നിനക്ക് മനസ്സിലായെങ്കിൽ, അവന്റെ യോഗ്യത നിനക്ക് മനസ്സിലായെങ്കിൽ, കമാ ഇന്ന് പകലിൽ അവനെ ആരാധിക്കാൻ മടി കാണിക്കരുത്.
ആത്മാവിൽ ഞാൻ ഭയങ്കര ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് പകലിൽ ഹല്ലേലൂയ ആരാധനയുടെ ഒരു ആത്മതലം ഇവിടെ തുറക്കപ്പെടുകയാണ്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ആത്മാവിന്റെ ഒരു അസാധാരണ മേഖല ഇന്ന് പകലിൽ ചർച്ചിന്റെ മുകളിൽ തുറന്നു വരികയാണ്. ഇന്ന് പകലിൽ ആത്മാവിൽ കയറി വരുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ കയറി വരിക, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനറേഷൻ, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജനറേഷൻ ഇന്ന് പകലിൽ ഇവിടെ ഉയരട്ടെ. And we thank you, Master. And you're worthy. You're worthy. You're worthy. You are worthy. You are worthy. We give you all the glory and honor.